തിങ്കൾ 29 ചൊവ്വ 30 വ്യാഴം വെള്ളി ശനി ഞായർ. തിങ്കൾ 28 ചൊവ്വ 30 അല്ല ചൊവ്വ 29 ബുധൻ 30 വ്യാഴം വെള്ളി ശനി ഞായർ. ഞാന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വന്നതാ. കൂടെ വന്നവരെല്ലാം പോയി. എനിക്ക് വഴി അറിയത്തില്ല. ഈ കോഴഞ്ചേരിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരാമോ? കോഴിക്കാണെങ്കിൽ കിലോ 38 രൂപ, നാടൻ കോഴിയാണെങ്കിൽ 40 രൂപ. കോഴഞ്ചേരിയിലേക്കുള്ള വഴി വില കുറക്കണ പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ ഒരൊറ്റ വിലയുള്ളൂ, കിലോ 40 രൂപ നാടൻ കോഴി. അയ്യോ, കോഴഞ്ചേരിയിലേക്കുള്ള വഴി. എടോ, തനിക്ക് എത്ര കിലോ വേണമെന്ന് പറ. ഞങ്ങള് പരമ്പരാഗതമായിട്ട് കോഴികളാ വിറ്റോണ്ടിരിക്കുന്നത്. എനിക്ക് അതൊന്നും താൻ ഇങ്ങനെ വില കുറക്കണ കാര്യം പറഞ്ഞാൽ നടക്കൂല. പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി അപ്പനെ വിളിച്ചോണ്ട് വരാം. നമസ്കാരം. എനിക്ക് കോഴഞ്ചേരി പോണം. വഴി തെറ്റിപ്പോയി. മോനോട് ചോദിച്ചപ്പോ ചെവി കേൾക്കാൻ പാടില്ല. അപ്പൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ ഇവിടുന്ന് നേരെ പോണം. അവിടുന്ന് ഇടത്തേക്കൊരു വഴിയുണ്ട്, അതിലേ പോകരുത്. അവിടുന്ന് വലത്തേക്കൊരു വഴിയുണ്ട്, അതിലേ പോകരുത്. കറക്റ്റ് പോകണം. അങ്ങനെ പോകുമ്പം അവിടെ പച്ച പെയിന്റ് അടിച്ചൊരു വീട് കാണാം. അവിടെ ചോദിച്ചാ മതി കോഴിയുടെ വില. ഇവിടുത്തെ വില തന്നെയാണ് അവിടെ. പരീക്ഷിക്കരുത്. കോഴിയുടെ വില കുറക്കാൻ പറ്റൂല. സ്വർണത്തിനൊക്കെ എന്താ വില? കോഴഞ്ചേരിയിലൊക്കെ വഴി വഴി വഴി. എന്റെ മോളാണ് കോഴിനെ വളർത്തുന്നത്. അവളോട് ചോദിച്ചറിയാം കോഴിയുടെ വില. മോളെ എനിക്ക് വഴി തെറ്റിപ്പോയി. കോഴഞ്ചേരിയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരണം. അപ്പനും ചേട്ടനും ചെവി കേട്ടൂടാ. കുട്ടി എന്നെ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പനോട് ചോദിച്ചു, ചേട്ടനോട് ചോദിച്ചു. അവർക്ക് ചെവി കേട്ടൂടല്ലോ. അപ്പനും ചേട്ടനും ഇഷ്ടമാണെങ്കിൽ ചേട്ടനെ കെട്ടാൻ എനിക്കിഷ്ടമാണ്. രാമോദ്ര, നിന്റെ ചേട്ടന്മാര് വരുന്നുണ്ട്. നീ തല്ലുണ്ടാക്കിയവരാരെ അറിഞ്ഞു. പോയി ഒളിച്ചോ, എവിടെയെങ്കിലും പോയി ഒളിച്ചോ വേഗം. എന്റെ ദൈവമേ, ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല. പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ. ഓ, ശരിയാവില്ല. നീ ഒന്ന് ഒതുങ്ങിയേ. നീ ഇതെങ്ങോട്ട് കയറുവാ? ഞാനിവിടെ ഇല്ലെന്ന് നീ ഒന്ന് പറ. ചെല്ല്. ഞാനില്ല. തല്ലിയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോടെ തല്ലണോടാ നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ. പോയോ? ശരിയാവില്ല. അല്ലോ, തുറക്കാം. ഞാൻ പറയുന്നു. ഞാനിവിടുത്തെ വാർഡനാണ്. ആരാ ഞങ്ങളുടെ പൊന്നനീന് തല്ലിയത്? അത്ര ചങ്കുറ്റുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ. 500 മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാ, ഇറങ്ങി വാടാ. വാടാ, വാടല്ല. ഒരു കൈ നോക്കാടാ. ഒരു കൈയിലാണ്, 2 കൈ നോക്കാം. ആരാടാ ഞങ്ങൾ രാമഭദ്രൻ തല്ലിയത്? ഇറങ്ങി വേടാ. ദേ പോണവൻ, രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ആരെയും അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. അല്ലോ, രക്ഷിക്കണേ. ദേ പോണവൻ. പിടിച്ചോടാ പ്രേമ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല, പിന്നെ എന്നെ തല്ലുന്നേ. മിണ്ടിപ്പോയത് കൊന്നാണ് ഞാൻ. പിടിച്ചല്ലോ, പിടിച്ചിട്ടുണ്ട്. അടിക്കട പ്രേമ, ഉന്നം നോക്കി അടിക്കട പ്രേമ. അവനെ ഒന്നും ചെയ്യല്ലേ. അവനല്ല തല്ലിയത്. അവനൊന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇതേത് പാതാളത്തിലേക്കാ? ദൂരം കുറെ ആയല്ലോ. ഈ കല്യാണം നടന്നാ വല്ലപ്പോഴും ഭാര്യ വീട്ടിൽ വരണമെങ്കിൽ എന്റെ 3-4 ക്യാഷ് ലീവ് പോയി കിട്ടും. മാങ്ങോത്തൊല്ലി, എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കണ്ടാൽ എനിക്ക്. അപ്പോഴാ നിന്റെ കാശുവാലിറ്റിയും പ്രോപണപണ്ടും സ്വർണ്ണപ്പണ്ടൊക്കെ. കല്യാണം ഉൾപ്പെടെയുള്ള ഒരു ഇടത്തരക്കാരന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ് കൊച്ച.
ഒരു NGOക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന. നിർത്ത് നിന്റെ NGO കഥാപ്രസംഗം. കുറെ നേരായി ഈ പുഴയും കുന്നും കടന്ന് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛന്റെ താല്പര്യമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് ആ പ്രദേശത്ത് നിനക്ക് ഒരു പെണ്ണിന് കിട്ടുന്നു തോന്നുന്നുണ്ട് ഉണ്ണീഷ്ണ. ഇവിടെ ആവുമ്പോ നിന്റെ അച്ഛന്റെ കരിവൂരിന്റെ ജീവിതം ഭൂതകാലം വർത്തമാനം ആരും അറിയില്ല. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിന്റെ അച്ഛൻ കോഴിക്കാല് മാധവ പണിക്കർ അന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അത് ശരി, ആളല്പ കുഴപ്പക്കാരനാണെന്ന് കരുതി സ്വന്തം തന്തയെ മാറ്റി പറയണമെന്ന് എന്നെ കിട്ടൂല. മാറ്റി പറയണെന്നല്ല ഞാൻ പറഞ്ഞ, വീട്ടുപേരും ഫുൾ പേര് എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതി. അവിടെ ചെല്ലുമ്പോ നിന്റെ അച്ഛന്റെ പേര് KM പണിക്കരെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയതാ. അപ്പൊ അവരെന്നോട് ചോദിക്കാ ഈ കോഴി മാധവ പണിക്കർ എന്നാണ് KM പണിക്കരായതെന്ന്. അന്നാ ഒന്നില്ലാത്ത പണിക്കര്. ഒന്നുമില്ലാത്ത പണിക്കരാ? അയ്യോ, അന്ന് എന്തെങ്കിലും ഉള്ള പണിക്കര്. ഇപ്പൊ ഇതൊക്കെ പറയും. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും. അവിടെ ചെല്ലുമ്പോ ആദ്യം അവസ്ഥ എഴുന്നള്ളിക്കുന്നത് നീ ആയിരിക്കും. ആരാ പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ സായിപ്പാണെന്ന്? അയാൾ നല്ല ഒന്നാന്തര മലയാളിയാ. പിന്നെ എനിക്ക് ഇത്തിരി ഓർമ്മശക്തി ഉള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സൗകര്യം വന്നാ മതി. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും നടത്തണ്ട, ഞാൻ വരുന്നില്ല. ചേട്ടാ വഞ്ചി വിട്. അയ്യോടാ, ഞാൻ തമാശ പറഞ്ഞതാ. ആണോ? നടക്ക്. ഞാൻ പറഞ്ഞു പിന്നെ ചേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു മുന്നിലേക്ക് വലിച്ചു. അയ്യോ, അത് ഒടിഞ്ഞു. പൊട്ടിയല്ലോ. ചേട്ടാ വഞ്ചി ഇങ്ങോട്ട് കേറി. ആ കാലം വലത്തെ കാലം ഇങ്ങോട്ടും. അപ്പൊ അടുത്ത കാലം. ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് വഴിതെറ്റി കാണുമെന്ന്. ഏയ്, അങ്ങനെയൊന്നും വഴി തരുന്ന ടൈപ്പ് അല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കേശമാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാ. ഇത് മനസ്സിലായി, ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് സ്ത്രീധനമായിട്ടൊന്നും കൂട്ടണ്ട. ഈ അമ്മാവന്റെ ഒരു തമാശ. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഇതാണോ പെണ്ണ്? ഏയ്, ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അയ്യോ, അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും. ചായ എടുക്ക. അങ്ങനെ ചായയിൽ മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല, അവിടുന്ന് കഴിച്ച പലഹാരം തയ്ക്കേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണീഷ്ണ? കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിയിലും ഒക്കെ വരൂ. ഏത് സമയവും യാത്രയല്ലേ. കൈപുണ്യമുള്ള തിരുമുകാരനാ. ദേ അതാ ആള്. എന്താടാ? എന്തുപറ്റി? കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ? ഇത് തന്നെ അവന്റെ അച്ഛനും. എന്റെ ദൈവമേ! ചേച്ചി, എന്തത്? ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ? എൻജോയ് ചെയ്യൂ. എവിടെ എവിടെ പോയി? എന്താണ് കൂന്നത്? നീ ആരെ കളിയാക്ക? ഞാൻ കൂവിതല്ല, വഞ്ചി വിളിച്ചതാ. എന്റെ പൊന്നുണ്ണീഷ്ണ, നിന്റെ അച്ഛൻ അന്യനാട്ടിലും കുറ്റിയുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇനി ഏത് കല്യാണക്കാര്യം വന്നാലും നിന്റെ അച്ഛൻ പണ്ടങ്ങനെ പരിസരത്തോടെ പോയിട്ടും തിരക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. നിന്റെ അച്ഛന് കേരള പോലീസിലായിരുന്നില്ല ജോലി? അതെ, സമാധാനായി. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പെണ്ണിനെങ്കിലും പോയി നോക്കാലോ, പഞ്ചാബിന്നോ ഒറീസന്നോ. അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല. എല്ലാ വർഷവും പുണ്യ ദർശനത്തിന് എന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താറുള്ളതാ. ഇനി വടക്കേ ഇന്ത്യയിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോന്ന് ആർക്കറിയാം? ഇവിടെ അവിടെ ഉണ്ടോ ഒരു സിസ്റ്റർ പെറ്റണീറ്റ. എടാ, അച്ഛന്റെ 10-ൽ1 കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് 4-5 കുട്ടികൾ നിനക്കുണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പോയാ മതി എനിക്ക്. പോകണ്ട, പഞ്ചി വരും. എന്താടാ നേരത്തെ കൂവേന്റെ ബാലൻസാ. മദ്യ ഇനത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടികളുടെ ലാഭം. 3 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും 2 പെഗ് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്. അത് പറയരുത് മെമ്പറെ. ഈ മദ്യം കൊടുക്കുന്നതും നിങ്ങളുടെ സർക്കാരാന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് എന്താ, കുപ്പിയുടെ മേലെ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തില് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് അച്ചടിച്ച് വെച്ചിട്ടാ നമ്മുടെ സർക്കാർ അന്തസ്സായിട്ട് മദ്യം വിൽക്കുന്നത്. പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഏത് പരിപാടിക്കും മൈക്ക് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് മദ്യം വിഷമാണ് വിഷമാണ് എന്ന് മാത്രമാണ്. എന്താ പണിക്കരെ രാവിലെ തന്നെ ഒരു പരദൂഷണം? ഏയ്, മദ്യം നിർത്തലാക്കാനുള്ള പരിപാടികൾക്ക് ഞാനും എന്റെ സർക്കാരും തുടക്കം കുറിക്കുന്ന കാര്യം പറയായിരുന്നു. മദ്യം നിർത്തലാക്കിയാൽ തനിക്കത് മാറ്റിയെടുക്കാം, മറ്റുള്ളവർക്കത് സാധിക്കില്ലല്ലോ. ഈ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ മദ്യപാനികള്. ആ വാസു, സുഖു നാളെ ബോംബെക്ക് മടങ്ങി പോവുക. അതുകൊണ്ട് എനിക്കൊരു സ്ട്രോങ് ചായ എടുക്കാം. സുഖു പോണേന് വൈദ്യുതി ചായ കുടിക്കണേ? എന്താ, സുഖു ബോംബെക്ക് പോണോണ്ട് എനിക്ക് ചായ കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? സുഖു ബോംബെക്ക് പോകുന്നു, വൈദ്യര് ചായ കുടിക്കുന്നു.
എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു മണ്ണാങ്കട്ടയില്ല. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ഊഹിക്കണ്ട. വാസു ചായ എടുക്ക്. എടുക്കണു. ആ ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നീ വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ല്. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. എന്താ പറയാ? താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്. താമസോട്ടെ വിട്ടോളാ. ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ. നാണം ഇല്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കിൽ ചില്ല് വയറ്റത്തില്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. രാമഭദ്ര പറയുന്നത്. അതോ എന്താ അത്? ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത്? എടാ ചക്ക, എന്നെ വിളിച്ചായിരുന്നോ? അതങ്ങോട്ട് പൂട്ടിട്ടാരാ? ഓ, ഹം തും एक कमरे में बंद हो. ആ പട്ടി അങ്ങോട്ട് അഴിച്ചു വിട്ടേക്ക്. വല്ലാത്ത കാലം, ഒന്നും വിശ്വസിക്കാൻ വയ്യ. അല്ല, ഇതെന്താ ഈ പട്ടി അവിടെ തന്നെ നോക്കി കുറയ്ക്കുന്നത്? എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ ചായപ്പിൽ വല്ല കുറുക്കനും കയറി ഒളിച്ചിരിക്കണോ നോക്കി. നീ ഇവിടെ ചെല്ലടാ. പട്ടി കിടന്ന് ബഹളം വെക്കണ കണ്ട, ഒന്ന് ചെന്ന് നോക്കിയടാ. കുഴപ്പമായല്ലോ.
ജാക്കി പുറത്ത് എന്താ അത്? നീയല്ലേ അവിടെ ചെമ്പൂരിലേക്ക് മോഷ്ടിച്ചത്? ഞാൻ കള്ളനല്ല, ഞാൻ മായൻകുട്ടിയാണ്. ഇവിടത്തെ മാലുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മായൻകുട്ടി. മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നാണ്. പുസ്തകം മേടിക്കാൻ മതിലും ചാടിയാ വരണത്? അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. അയ്യ, അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അതോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മന ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. അതോ അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനോ വിളിച്ചോ. മാലു 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 അകത്ത് പോ, ഞാനിപ്പോ വരാം. എന്താ അച്ഛാ? ഇവരെ നീ അറിയൂ? ഇത് എന്റെ ക്ലാസ്സിലെ മായൻകുട്ടിയാ. കണ്ട കണ്ട, എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസയാ. എന്നെ എവരെല്ലാരും കൂടി പിടിച്ചെടുത്തായിരുന്നു മാലു. എന്തിന്? എന്താ അച്ഛാ? എന്താ കാര്യം? എന്താ കാര്യം? ഒന്നുമില്ല, നീ അകത്ത് പോയിക്കോ. പോട്ടെ മായൻകുട്ടി. ശരി മാലു, പോയിക്കോടാ. ഇടാ പോയാൻ. നിക്കടാ അവിടെ. നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടാ അവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആര് വന്നില്ല? നീ ഇത് എവിടെ? നീ എന്തിവിടെ? ഞാൻ ഇവിടെ അല്ല, പിന്നെ അവിടെ എന്താ ലേറ്റ് ആയത്? മണി 6:30 ഉള്ളൂ. ആ മണി 6:30 അവനവിടെ? ആര്? മറ്റേ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ നിങ്ങളെ ലേറ്റ് ആയതുകൊണ്ട് അവനിപ്പോ അങ്ങോട്ട് നീ കണ്ടില്ലേ? അവനെ കണ്ടില്ല. ഈ കള്ളക്കളി ഒന്നും കേപ്പിയെടുത്ത് വേണ്ട. അവൻ ഇങ്ങോട്ട് വരാറേ ഇല്ല. ഇല്ലേ? ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഐ വിൽ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് വരരുത്. ഒരാൾക്ക് മാത്രമല്ല നിയമം. നിങ്ങൾ കേരളക്കാർ നിങ്ങളെ പാട് നോക്കണം. അവനും ശരിയല്ല, നിങ്ങളും ശരിയല്ല. മനുഷ്യനെ ഒരുമാതിരി പിന്നെ. എന്തായാലും ഈ കേസ് റിപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ എന്റെ പേര് കെ പുരുഷോത്തമൻ എന്നല്ല. യു ബ്ലഡി ഇഡിയറ്റ്.
அண்ணே இந்த பெட்ல ஆளாங்க பிரச்சனை தெரியாது. என்னன்னா இதெல்லாம் நீங்க தெரிஞ்சிருக்க வேண்டியதானே. உண்ணி എന്താടാ ആ തേവർമാര് വീണ്ടും വരുന്നുണ്ടോ എന്നെ ഇടിക്കാൻ? ഒരു തേവർമാര് ഇപ്പൊ ഇങ്ങോട്ട് വരില്ല, നീ പേടിക്കണ്ട. ഞാനൊരു കാര്യം പറട്ടെ, ഇത് നിനക്കാ. ഞാൻ മരിച്ചെന്ന് കരുതി എന്റെ ശവത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ വന്നതായിരിക്കും. റീത്തല്ലടാ, പിന്നെ പ്രേമരോഗികളുടെ നെഞ്ചത്ത് വയ്ക്കണ ആശ്വാസ പൂക്കളാ. ഇതെന്താന്ന് നിനക്ക് മനസ്സിലായോ? പൂക്കളാണെന്ന് നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇതിന് വേറെ പേരുണ്ട്. ഹൃദയം. ഹൃദയം? ആ, സീതയുടെ ഹൃദയം. ഹൃദയം ദേവാലയം. എടാ അളിയ, നിനക്ക് തരാൻ വേണ്ടി സീതമ്മ തന്നു വിട്ടതാ. എന്നിട്ട് സോറി എന്ന് പറയാനും പറഞ്ഞു. അടുത്ത കെണിയായിട്ട് ഇറങ്ങിയിരിക്കാനല്ലേ? നിനക്ക് എന്നെ വിശ്വസിക്കാം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. നിന്റെ വീരസാഹസ്യത കൊണ്ടോ ഈ ആവറേജ് സൗന്ദര്യം കൊണ്ടൊന്നും സീതമ്മയെ സ്വന്താക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. മാനസികമായും ശാരീരികമായും ഒരുപാട് വേദനകൾ നീ അനുഭവിച്ചു. നിന്റെ മനം കവർന്ന തേവർപ്പെണ്ണിനെ സ്വന്താക്കാൻ വേണ്ടി വളരെ ക്രൂരമായ ഒരു ക്ലൈമാക്സ് തന്നെ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നു. സഹതാപ തരംഗത്തിലൂടെ മാത്രമേ നിനക്ക് അവളെ സ്വന്താക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സത്യമാണോ നീ പറയുന്നത്? മരിച്ചുപോയി എന്റെ അമ്മച്ചാണ് സത്യം. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോടാ കൊച്ചാപ്പി. നീ എന്നല്ല, ആരായിരുന്നാലും ഈ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു പോകും. എന്റെ തൊണ്ട വരളുന്നു. അയ്യോ, എവിടെ വളരണേ? വളരുന്നു എന്നല്ല, വരളുന്നു. അത് സന്തോഷം കൊണ്ടാ. അതുകൊണ്ടൊന്നുമല്ല, രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അയ്യോടാ, അന്ന് ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. വെച്ച് കള്ള ക്ലാസ്. നീ മഹാരാജ, മകന്റെ മനസ്സിൽ ഏതോ മോഹങ്ങൾ പൂവടിയാനുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, മേടം, കർക്കടകം. കർക്കടകത്തിൽ മഴ പെയ്താൽ മറ്റും പുറത്ത് മാണിക്യം. കണ്ട ബലം രാജ. അപ്പടിയല്ലേ, കൈ താമര മാതിരി വിടർത്തിക്കൊടു. ഇത് ബുദ്ധമണ്ഡലം, ശുദ്ധമണ്ഡലം, നിയോജക മണ്ഡലം. നിയോജകം നിയോഗം. ഇന്ത്യക്ക, നിന്ദിക്ക, നെല്ലിക്ക, കല്ലിക്ക, സുൽത്താനിക്ക, ബ്രിട്ടാനിക്ക, ചെക്കോസ്ലേവയ്ക്ക. വാക്യത്തിൽ പ്രയോഗിക്ക, പൂരിപ്പിക്ക, ഫലം പ്രവചിക്കുക. മൂഞ്ചിയ പാത്താലേ തെരിയും ചിന്ന വയസ്സിലെ അമ്മ ഇഹലോകം വെടിந்து വിട്ടത്. അതെങ്ങനെ മനസ്സിലായി? ജോത്സ്യം പോയി சொல்லாது. ഇപ്പൊ കഷ്ടകാലം, അടുത്ത കാലത്ത് എന്തോ നഷ്ടപ്പെട്ടാച്ച്. പ്രമാദமான சாதனா. கை நிறைய பணம் இருக்கு, ஆனால் ஆளுகளுக்கு ட்ரெஸ் அயன் பண்ணி வர கொடுக்கேண்டி வரும். കൈ നോക്കി കറക്റ്റ് പറയുന്നു. എന്റെ വൈഫ് അവയുടെ സെക്കൻഡ് വൈഫ്. അത് തെരിയും. இந்த மூஞ்சி பார்த்தாலே தெரியும் உங்க லைஃப்ல 3 வைஃப் இருக்கு. നിങ്ങൾ ഇനിയും കല്യാണം കഴിക്കോ? അങ്ങനെ ജോത്സ്യത്തിലുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിരിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടുമോ? ഉങ്ക സാധനം உங்களுக்கு தான் പ്രയോജനപ്പെടും. ആമാ, നഷ്ടപ്പെട്ട സാധനം മോതിരം. എന്നെ പൂളെന്ന് മാത്രം വിളിക്കരുത്. ആ മോതിരത്തിനുള്ളിലെ ഡിസ്കിന്റെ കോഡെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. ഇല്ലല്ലോ.
എന്താണ് ഇത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നോ? ഇതെന്ത് പാട്? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പലി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല. നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലെന്ന്. പിന്നെന്താ? അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല, എന്താണ് പിശാച പുറകെ കൂടെ ഒന്ന് പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ? സമാധാനിപ്പിക്കുന്നു? ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് അയാൾ പുറകെ കൂടെ ഒരു സമാധാനിപ്പീര്. ഇനിയിപ്പോ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. ഹലോ, പ്രദീപല്ലേ? ഞാൻ പ്രിയ. ഞാൻ പ്രദീപ. ഏത് നിമിഷവും തന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എങ്ങനെയുണ്ട് മാൻഡ്രേക്കിന്റെ ലീലാവിലാസങ്ങളൊക്കെ? അപ്പോ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ? സംശയം എന്താ? നിന്റെ തന്ത അലിയാസ് പാരപ്പിള്ള എന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇന്ത ഇന്ന ഇറ എന്ന് വരച്ച് ഒരു ദരിദ്രവാസിയായി മാറണം. എന്നാലേ അങ്ങനെ ശരിയാവും. അതിനുവേണ്ടിയാണ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തിയത്. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു പാവം കോൺട്രാക്ടർ അല്ലേ? അങ്ങനെ സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ മുതലല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ പോട്ടെ. നിനക്ക് മാന്യമായി ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്നാ തോന്നണേ. നമുക്കിട്ട് പാറ് വെക്കുമെന്ന എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട. ആ കാര്യം ഞാൻ ഏറ്റു. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആ റിസീവർ ഒന്ന് മാറ്റി പിടിക്കാമോ? മാനം മര്യാദയായിട്ട് ആണുങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കില്ലേ? ഫോൺ താഴെ വെക്കണ കഴിവറി. അത് ചേട്ടാ, ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാനെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്നെ കൊണ്ടൊന്ന് നീ അച്ഛാ, ദേ ഫോൺ. ഹലോ ഹലോ ഹലോ, സന്ദീപ് പോയോ? പോയല്ലോ. എനിക്കിപ്പോ കാണുമെന്ന് ഭയങ്കര മോഹമുണ്ട്. എന്നെയോ? എന്തിനാ കുട്ട ശബ്ദം മാറ്റി എന്നെ പറ്റിക്കണേ? 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറന്നു വന്നേനെ. എന്നിട്ട് ആരാച്ചാ? അതെ, എന്റെ ഒരു ഫ്രണ്ട്. എവിടെടാ നിന്റെ RC ബുക്ക്? ലൈസൻസ്? ടാക്സ് അടച്ചിട്ടുണ്ടോ? അടച്ചിട്ടുണ്ട് സർ. എവിടെക്കാ നിങ്ങൾക്ക് പോണ്ടത്? നടക്കാവ്. നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. നടന്നോളൂ. ഇവനെ വണ്ടിയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. സാർ, എന്റെ മീറ്റർ കാശിങ് തന്നിട്ടു. എന്തിനാ സാർ എന്നെ കസ്റ്റഡിയിൽ? എന്താ പേര്? ശ്രീകൃഷ്ണ. ഓട്ടോയുടെ പേരല്ല, നിന്റെ പേരാ ചോദിച്ചത്. ഓട്ടോയുടെ പേര് തന്നെ സാർ. എനിക്കും. എന്താ നിങ്ങൾ ഇരട്ട പറ്റാണോ? ഓർമ്മയില്ലേ സാർ? ഷട്ട് അപ്പ്. ഇതെന്തോന്നിത്? ഓവർകോട്ടോ? നീ ആര്, വക്കീലോ അതോ ഡോക്ടറോ? അതൊരു നീണ്ട കഥയാണ് സാർ. ഒറ്റയടിക്ക് നിന്റെ കഥ ഞാൻ കഴിക്കും. ഊരടാ. എടാ, ഈ കുപ്പായത്തിന്റെ പേര് നിനക്കറിയാമോ? യൂണിഫോം, അതായത് ജോലി കുപ്പായം. അടിക്കുപ്പായ ഊര്. ഊരടാ. ഇനി അച്ഛനെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചത് അങ്ങോട്ട് ഇട്ടോളൂ. അവര് മരിച്ചിട്ടില്ലേ സാർ? അവര് മരിച്ചോളൂ. എടാ,
ഈ കുപ്പായ എനിക്ക് കിട്ടാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഈ കുപ്പായത്തിന്റെ വില നിനക്കറിയാമോ? വില എത്രയായിരുന്നാലും തരാനിപ്പോ എന്റെ കാശില്ല സാർ. ശരിക്കും ഇല്ലേ? ഇല്ല സാർ. ഓഹോ. ആ വടി ഇങ്ങെടുക്കടാ. മുട്ട് മടക്കാതെ എടുക്കടാ. എടുക്കടാ എടുക്കടാ സാർ വടി. ഇനി വടി ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എടുക്കടാ. എടുക്കുന്നു, വീഴുന്നു, എടുക്കുന്നു, വീഴുന്നു, എടുക്കുന്നു. ഹായ് കുലാൻ മുടി നമ്പി, മുടി നമ്പി. 22, 23, 24. എണ്ണ എടുക്ക. എണ്ണ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഹാർപ്പോ ഇറോ, മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേളില നമ്പർ 6. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. രാമഭദ്ര, എന്തോന്നാടാ ചാവമേ? ഇട എഴുന്നേക്കാൻ. ആ പെണ്ണ് വരുന്നു. പെണ്ണ? ഏത് പെണ്ണ്? അവള്, ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ. എഴുന്നേക്കാൻ എന്റെ മുണ്ടവിടെ മുണ്ടില്ലേ? അയ്യേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ട്. എളുപ്പം. ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓ ഐ സീ. നിക്കവിടെ. സോറി, അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാ. അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി. സോറി. ഞാനുണ്ടാളിയനും തോട്ടുവരം പോകും നേരം തോട്ടു വരമ്പത്തോരു ചക്കത്തുണ്ടം കൊണ്ടേ വന്ന് നെജില് മുക്കി തിന്നുന്നേരം വിളക്കത്ത പാറ്റ പോലെ എന്റെ മോതിരം വന്നു. പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പറഞ്ഞൂടെ, ഇല്ലേ പാതിരയ്ക്ക് വന്നിരുന്ന് ചൊറിഞ്ഞൂടെ. അന്ന കത്തിയും വല്യനാടാ കോഴിക്കോട്ടെ കുഞ്ഞയ്യപ്പൻ. കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് വന്ന് കെട്ടിട്ട്, കുഞ്ഞയ്യപ്പനെ കൊട്ട കൊണ്ട് പെണ്ണ് കെട്ടിട്ട്. ഹലോ ഹലോ ഹലോ. എന്താണ് ഇത്? ആദിവാസി. ആദിവാസി? ഞാൻ ഈ ആദിവാസി സംഗീതത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവനെ കൂടി പഠിപ്പിക്കാൻ. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിൽ അത് കിടക്കില്ല. നിന്നെ വല്ല അകളിയിലും അട്ടപ്പാടിലും ഇടേണ്ട സൈസാ. നിൽക്കുന്നൊരു കോലം കണ്ടില്ലേ? മൃഗശാലയിൽ കൂടെ ഒഴുകൊണ്ടത് കേട്ടു. എന്താ അച്ഛന് നോട്ടമുണ്ടോ? രാവിലെ തന്നെ തന്തയ്ക്ക് പാലം വലിക്കുന്നോടാ. അച്ഛൻ കോൺട്രാക്ട് എടുത്ത് പണിഞ്ഞ പാലമാണെങ്കിൽ വലിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണോളൂ. അതെ, അച്ഛന്റെ ഇന്നത്തെ കണി ഏതായാലും മോശ. വന്ന് വീണത് കണ്ടില്ലേ? വീണിട്ട് പൈസ നിങ്ങൾക്കെല്ലാം പങ്കിട്ടരാൻ വന്ന് ഇന്നെ വേണം ചെരുപ്പിടുത്ത് അടിച്ചാൽ. അതെ അതെ, അടങ്ങിയിരുന്നോണം. ഓടുന്ന വണ്ടി എന്തോന്നത്? എന്നാ തൂപ്പ് തുടച്ചാളട്ടാ, തുടച്ചാളാം. നമുക്ക് ഇനിയും പൈസ വീണിച്ചോട്ടാ. അപ്പൊ ഇങ്ങളെയും പറ്റിച്ച് ദുബായി പോയി ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളക്കടത്ത് നടത്തി അവിടുന്ന് അറബിനെയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് കൈത്തിലിട്ട് ഞമ്മക്ക് ഇങ്ങോട്ടൊരു വരവ്. അപ്പൊ ഇങ്ങളെ കഴിഞ്ഞിട്ടാ അറിയാം, ഓട്ടോറിച്ച് ഓട്ടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ച് പിച്ചക്കാരമാര് ചികിത്സിക്കാൻ പൈസ ഇല്ലാന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞമ്മളെ വരവ്. അപ്പൊ മൊയ്തുട്ടിക്ക ഒരു സ്കെച്ച് തരിക.
അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരണ്ടേട്ടാ. എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാം? പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. അത് തന്നെ താനങ്ങ് തിന്നോണ്ടാ മതി കേട്ടാ. അയ്യേ 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 കുത്തരുത് കേട്ടാ. വേഗിച്ചെന്നില്ലെങ്കിൽ കൂടി കഴിക്കാൻ ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണാം. അതെ, വെറുതെ വായി നോക്കി ഇന്നാ പോരാ, വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ആ ഇനി വാ, ഇരിക്കടാ. അത് വേണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. അയ്യോ, പതുക്കെ. ആരോ വന്നു. അയ്യോ, ആരാ വന്നത്? ആരും വന്നതല്ല, ഇനി ഞങ്ങള് കണ്ടടാ. അതിന് ഞങ്ങള് കണ്ടില്ല. ആക്രാന്തങ്ങള് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി ആരെങ്കിലും വന്നാലും സിഗ്നൽ തരണ്ട കേട്ടാ. ഞാൻ കേറിയട്ടെ മങ്ങാവടാ. കുനിഞ്ഞിരി. അയ്യേ, അതല്ല, ഞാൻ നിന്റെ പുറത്ത് കയറാം. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. ഇറങ്ങാനൊന്നും സമയമില്ല, നീ ഒളിച്ചു. കണ്ണു കാണാൻ വയ്യ, കണ്ണു കാണാൻ വയ്യെന്ന് എനിക്ക് കാണാൻ. നീ ഓടി എങ്ങോട്ട്? കിഴക്കോട്ട്, കിഴക്കോട്ടോ? കൈ വരാ പുല്ലേ.